ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ഹോം ട്യൂഷൻ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് പോ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT സൊല്യൂഷൻ ആണ് ആ ചാപ്റ്ററിന്റെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ദ മൈക്രോ ഓർഗാനിസം ക്യാൻ ബി സീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡാഷ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ എങ്ങനെയാ കാണുന്നതെന്നാ പറഞ്ഞേ. മൈക്രോ ഓർഗാനിസത്തിന് മൈക്രോബ്സ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താ പറയുക, നമുക്ക് നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റില്ല, അവരെ നമ്മൾ കാണുന്ന മൈക്രോസ്കോപ്പ് വെച്ചിട്ടാന്നാ പറഞ്ഞത് അല്ലെ. അടുത്ത ദിവസം നോക്കി, ബ്ലൂ ഗ്രീൻ ഓൾഗെ പിക്സ് ഡാഷ് ഡയറക്ട്ലി ഫ്രം എയർ ടു എൻഹാൻസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി ബ്ലൂ ഗ്രീൻ ആൾഗെ അറ്റ്മോസ്ഫിയറിൽ ഡയറക്റ്റ് ആയിട്ട് എന്തിനെ ഫിക്സ് ചെയ്യണേ? അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള നൈട്രജനെയാണ് ഫിക്സ് ചെയ്യണത് അല്ലെ. അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ സാധാരണ ട്രിപ്പിൾ ബോണ്ട് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ലൈറ്റ്നിങ് ഒക്കെ വരുമ്പോഴാണ് ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതല്ലാതെ ബ്ലൂ ഗ്രീൻ ഓൾഗിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയക്ക് നൈട്രജൻ ഡയറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആണ് ആൻസർ. അടുത്ത ദിവസം നോക്കി, ആൽക്കഹോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ആൽക്കഹോൾ എന്തിന്റെ ഹെൽപ്പോട് കൂടിയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈസ്റ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു, ഫെർമെന്റേഷൻ പറഞ്ഞപ്പോ പറഞ്ഞു ഈസ്റ്റ്, അതായത് നമ്മൾ പഞ്ചസാര കലക്കിയിട്ട് അതിനകത്തേക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈസ്റ്റ് ഷുഗറിനെ ആൽക്കഹോൾ ആക്കി മാറ്റും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പൊക്കെ ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ആൽക്കഹോള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ. കോളറ ഈസ് കോസ്ഡ് ബൈ. എന്ത് ഡിസീസാ കോളറ? ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, എന്ത് ടൈപ്പ് ഡിസീസാ? കോളറ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ്. ഈസ്റ്റ് എന്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഷുഗർ, ആൽക്കഹോള്, ഹൈഡ്രോക്ലോറിക് ആസിഡ്സ്, ഓക്സിജൻ. എന്തിന്റെ പ്രൊഡക്ഷനാ? ആൽക്കഹോളിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാ അല്ലെ ഈസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതെ. അടുത്ത ദിവസം നോക്കിയേ, ദ ഫോളോവിങ് ഈസ് ആൻ ആന്റിബയോട്ടിക്. ഏതാ? സോഡിയം ബൈകാർബണേറ്റ്, സ്ട്രെപ്റ്റോമൈസിൻ, ആൽക്കഹോള്, ഈസ്റ്റ്. ഇതിനകത്ത് ഏതാ ആന്റിബയോട്ടിക്? സ്ട്രെപ്റ്റോമൈസിൻ ആണ് ആന്റിബയോട്ടിക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ കാരിയർ ഓഫ് മലേറിയ കോസിംഗ് പ്രോട്ടോസോവൻ. മലേറിയ ഏത് പ്രോട്ടോസോവന വരുത്തണേ? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണോ, കോക്രോച്ച് ആണോ, ഹൗസ് ഫ്ലൈ ആണോ, ബട്ടർഫ്ലൈ ആണോ? ആൻസർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ അല്ലെ. ഒരു പ്രോട്ടോസോവൻ വരുത്തുന്നതാണ് മലേറിയ പ്ലാസ്മോഡിയം നമ്മൾ പറയും. അത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് അതിന്റെ കരിയർ ആയിട്ട് ആക്ട് ചെയ്യണത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ കരിയർ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളിൽ നിന്നും വേറെ ആളിലേക്ക് പെട്ടെന്ന് പകരുന്ന ഡിസീസ്. അത് ആരാണ് അതിന് മോസ്റ്റ് കോമൺ കരിയർ ആയിട്ട് ആക്ട് ചെയ്യണേ? ആരാ ആക്ട് ചെയ്യണേ? ഹൗസ് ഫ്ലൈ ആണ് ആക്ട് ചെയ്യണത്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഈച്ചയൊക്കെ ഇല്ലേ, അതാണ് കോമൺ കാരിയർ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്. കാരണം അവരെന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഒക്കെ വന്നിരിക്കും, നമുക്ക് പകരും അസുഖങ്ങൾ അല്ലേ. അതെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ബ്രെഡ് ഓർ ഇഡ്ലി ഡഫ് റൈസസ് ബിക്കോസ് ഓഫ്. ഈ ബ്രെഡും ഇഡ്ഡലിയൊക്കെ എന്താ, അതിന്റെ ഡഫ് ഉണ്ടല്ലോ, മാവ്, അതിങ്ങനെ പൊങ്ങി വരില്ലേ? കാരണം ആര് കാരണം? അത് ഹീറ്റ് കാരണമാണോ, ഗ്രൈൻഡ് ചെയ്യുന്നോണ്ടാണോ, അതോ ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് സെൽസ് വളർന്നുകൊണ്ടാണോ, അതോ നീഡിങ് കൊണ്ടാണോ? എന്തായിരിക്കും റീസൺ? ആൻസർ ഗ്രോത്ത് ഓഫ് ഈസ്റ്റ് സെൽസ്. ഈസ്റ്റ് സെൽസ് അവിടെ ഗ്രോ ചെയ്യുന്നോണ്ടാ. സാധാരണ നമ്മള് ഈ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ആ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോ എന്ത് ചെയ്യും, ഇത് എന്ത് ചെയ്യും, അതിനകത്ത് നമ്പർ റിപ്രൊഡ്യൂസ് ചെയ്ത് കൂടും. അതിന്റെ ഭാഗമായിട്ട് അവരവിടെ ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യില്ലേ, പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുളിച്ചു പൊങ്ങി വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ. ഷുഗർ ആൽക്കഹോൾ ആക്കി മാറ്റുന്ന പ്രോസസ്സിന് എന്തെന്നാ പറയണേ? ഫെർമെന്റേഷൻ എന്നാ പറയണേ. ഫെർമെന്റേഷൻ എന്ന് പറയും. ഓക്കെ. അടുത്തത് മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ കോളം എ തന്നേക്കണ നോക്കിക്കേ, ബാക്ടീരിയ.
പിന്നെ റൈസോബിയം, ലാക്ടോബാസില്ലസ്, ഈസ്റ്റ്, പ്രോട്ടോസോവൻ, വൈറസ്. ബിയിലോ ഫിക്സിംഗ് നൈട്രജൻ തന്നിട്ടുണ്ട്, സെറ്റിംഗ് ഓഫ് കേർഡ്, ബേക്കിംഗ് ഓഫ് ബ്രെഡ്, കോസിംഗ് മലേറിയ, കോസിംഗ് കോളറ, കോസിംഗ് എയ്ഡ്സ്, പ്രൊഡ്യൂസിംഗ് ആന്റിബോഡീസ്. ബാക്ടീരിയ എന്തിനെ ഹെൽപ്പ് ചെയ്യാം? ബാക്ടീരിയ എന്തിനെ ഹെൽപ്പ് ചെയ്യുക? എല്ലാ ഓപ്ഷൻസും നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യാൻ. ബാക്ടീരിയ എന്തിനെ ഹെൽപ്പ് ചെയ്യണേ? കോസിംഗ് കോളറ. കോളറ വരുത്തുന്ന ആരാ? ബാക്ടീരിയ ആണ് അല്ലേ? ബാക്ടീരിയ ആണ്. പിന്നെ റൈസോബിയം. റൈസോബിയം എവിടെയാ ഇരിക്കണേന്ന് നമ്മൾ പറഞ്ഞേ? റൂട്ടിന്റെ നൊഡ്യൂൾ. അത് എന്തിന് ഹെൽപ്പ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞേ? നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ റൈസോബിയം എന്തിൽ വരും? ഓപ്ഷൻ എ ആണ്, ഫിക്സിംഗ് നൈട്രജൻ. അടുത്തത് നോക്കിയേ, ലാക്ടോബാസില്ലസ്. ലാക്ടോബാസില്ലസ് എന്തിനാ ഹെൽപ്പ് ചെയ്യണേ? സെറ്റിംഗ് ഓഫ് കേർഡ് അല്ലേ? തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണത് ലാക്ടോബാസില്ലസ്. ഇനി ഈസ്റ്റ് എന്തിനാ ഉപയോഗിക്കണേ വീട്ടില്? അപ്പം പൊളിക്കാനൊക്കെ. അതേപോലെ തന്നെ ബ്രെഡ് ഒക്കെ ബേക്ക് ചെയ്യാനും നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കും. ഇപ്പൊ ഈസ്റ്റ് ഏതാ? ബേക്കിംഗ് ഓഫ് ബ്രെഡ്. ഇനി പ്രോട്ടോസോവൻ എന്നത്തെ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ ഡി ആണ്, കോസിംഗ് മലേറിയ. മലേറിയ വരുത്തും പ്രോട്ടോസോവൻ. പ്ലാസ്മോഡിയം അല്ലെ? പ്ലാസ്മോഡിയം വൈവാക്സ്. ഈ പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറയും. ഇനി വൈറസോ എന്തിനാ കോസിംഗ്? എന്താ വൈറസ് കോസ് ചെയ്യണ? എയ്ഡ്സ്. എയ്ഡ്സ് വരുത്തുന്നതാണ് വൈറസ്. അപ്പൊ ആൻസർ ഉണ്ടോ? ബാക്ടീരിയ കോസിംഗ് കോളറ, റൈസോബിയം ഫിക്സിംഗ് നൈട്രജൻ, ലാക്ടോബാസിലസ് സെറ്റിംഗ് ഓഫ് കേർഡ്, ഈസ്റ്റ് ബേക്കിംഗ് ഓഫ് ബ്രെഡ്, പ്രോട്ടോസോവൻ കോസിംഗ് മലേറിയ ആൻഡ് വൈറസ് കോസിംഗ് എയ്ഡ്സ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു മിനിറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Can microorganism be seen with the naked eyes? If not, how can they be seen? മൈക്രോഓർഗാനിസം നമ്മൾ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? പിന്നെ നമ്മൾ അവരെ എങ്ങനെ കാണണേ? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. അടുത്ത ദിവസം നോക്കിക്കേ. വാട്ട് ആർ ദ മേജർ ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം? മൈക്രോ ഓർഗാനിസത്തിന്റെ മേജർ ഗ്രൂപ്പ് ഏതൊക്കെയാ? നമ്മൾ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞായിരുന്നു 4 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ബാക്ടീരിയ ഉണ്ട്, ഫംജി ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, ആൽഗി ഉണ്ട്. ഇതൊന്നും കൂടാതെ നമ്മൾ വേറൊരു 5th ഗ്രൂപ്പായിട്ട് നമ്മൾ ആരെ പറയുന്നുണ്ട്? വൈറസിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വൈറസ് ബാക്കിയുള്ളതൊന്നും ഒത്തിരി വ്യത്യസ്തത കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കേട്ടോ വൈറസ്. എല്ലാ ഇതുപോലെയല്ല, അവർക്ക് എന്തുണ്ട്? ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ വൈറസ് കാണിക്കുന്ന പ്രത്യേകതകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നെയിം ദ മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ദ സോയിൽ. സോയിലിൽ നിന്ന് അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാ? ഒന്ന് പീ പ്ലാന്റിലുള്ള റൈസോബിയം, പിന്നെയോ ബ്ലൂ ഗ്രീൻ ഓൾഗെ, അസറ്റോബാക്ടർ, ഇതൊക്കെയല്ലേ? ഇവരൊക്കെയാണ് എന്ത് ചെയ്യണേ? നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യണം. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റിന് കിട്ടില്ല. അപ്പൊ ഈ ബാക്ടീരിയാസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യണം. അതാണ് ബാക്ടീരിയ ഒരു ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞപ്പം അത് നമുക്ക് ഒരെണ്ണം പറയാം. എന്താ? അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയാം. ഓക്കെ, റൈറ്റ് points on the usefulness of microorganism in our lives. കുറച്ച് ഒരു 5 6 നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ? മൈക്രോ ഓർഗാനിസത്തിന്റെ ഉപയോഗങ്ങൾ. മൈക്രോ ഓർഗാനിസം ഫ്രണ്ടാന്ന് പറയണമെങ്കിൽ മൈക്രോ ഓർഗാനിസം ആസ് എ ഫ്രണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസം നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആണ് എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പറയണം അല്ലെ? എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. അപ്പൊ മൈക്രോ ഓർഗാനിസം എന്തിനെ ഹെൽപ്പ് ചെയ്യും? കേർഡും ബ്രെഡും കേക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെയോ ആൽക്കഹോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ? ഈസ്റ്റ് നമ്മൾ വിനീഗറിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെയോ മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? വൈൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാനും ക്ലീനിങ് ഏജന്റും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണേ? മൈക്രോ ഓർഗാനിസം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഡീകമ്പോസിഷന് ഹെൽപ്പ് ചെയ്യണില്ലേ? ഇപ്പൊ നമ്മള് അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ നമ്മൾ ഭൂമിയില് എന്തോരം
വസ്തുക്കൾ ഡെഡ് ആവണം. അപ്പൊ ഡെഡ് ബോഡീസ് ഒക്കെ അക്കുൽമിറ്റ് ചെയ്ത ഭൂമിയുടെ അവസ്ഥ ഓർത്തു നോക്കിയേ. അപ്പൊ ഇതൊക്കെ ഡീകേ ചെയ്യണമെങ്കിൽ അവിടെ മൈക്രോ ഓർഗാനിസം വേണ്ടേ? വേണം. അതുപോലെ നമുക്ക് മൈക്രോ ഓർഗാനിസം ഉപയോഗിച്ച് നമ്മൾ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യണില്ലേ? മൈക്രോ ഓർഗാനിസത്തിന് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഇല്ലേ? ഉണ്ട്, ഒത്തിരി ഉപയോഗങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദ ഹാർംഫുൾനെസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. ദോഷങ്ങള്, മൈക്രോ ഓർഗാനിസം നമ്മുടെ എനിമിയാന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? മൈക്രോ ഓർഗാനിസം ആർ ഓൾസോ വെരി ഹാർംഫുൾ ടു അസ്. നമുക്ക് ഉപയോഗം മാത്രമല്ല, ഒത്തിരി ദോഷമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ദോഷം എന്ന് പറയണേ? മനുഷ്യന് മാത്രമാണോ? അല്ല, പ്ലാന്റ്സിനും ഒത്തിരി ഡിസീസസ് ഇവര് കോസ് ചെയ്യും. കോമൺ കോൾഡ്, ട്യൂബർകലോസിസ്, മീസിൽസ്, ചിക്കൻ ബോക്സ്, പോളിയോ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് ബി, മലേറിയ, ഇങ്ങനെ ഒത്തിരി ഡിസീസസ് ആർക്ക് കോസ് ചെയ്യും? ഹ്യൂമൻ ബീങ്സിന് കോസ് ചെയ്യും. ഈ ഓരോന്നും കോസ് ചെയ്യണ കോസേറ്റീവ് ഓർഗാനിസം നമ്മൾ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നിങ്ങൾ എല്ലാവരും പഠിച്ചു ഞാൻ പ്രതീക്ഷിക്കുന്നു. പഠിച്ചില്ലെങ്കിൽ പഠിക്കണോട്ടോ. അത് ഡെയിലി ക്ലാസ് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു പോകണം. ഓക്കെ. ഇനി ആന്ത്രാക്സ് നമുക്കറിയാം, ഒരു സീരിയസ് ഡിസീസ് അല്ലേ? അതും മൈക്രോബ്സ് തന്നെ വളർത്തണേ. നമ്മുടെ ഫുഡ് പോയിസണിങ് മൈക്രോബ്സ് അല്ലേ വളർത്തണേ? അതെ. നമ്മുടെ ഫുഡ് സ്പോയിൽ ആവണു, ലെതർ പ്രൊഡക്ട്സ് സ്പോയിൽ ആവണു, അതേപോലെ തന്നെ പൊട്ടറ്റോ പ്ലാന്റ്സിന് ഡിസീസസ് വരുത്തുന്നുണ്ട്. ഏതാ? പൊട്ടറ്റോസിന് ബ്ലൈറ്റ് ഡിസീസ് വരുത്തുന്നുണ്ട്, ഷുഗർ കെയിനും ഓറഞ്ചിനും ഒക്കെ ഡിസീസ് വരുത്തുന്നുണ്ട്. ഇങ്ങനെ ഡിസീസ് വരുത്തുമ്പോൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷനും കുറയും, ഫാമിനൊക്കെ ഉണ്ടാവും അല്ലെ? ദാരിദ്ര്യമൊക്കെ ഉണ്ടാവൂലേ ഫുഡ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ? ഇതൊക്കെ കാരണങ്ങളാണ്. മൈക്രോ ഓർഗാനിസം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഒത്തിരി ദോഷം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. മനുഷ്യന് മാത്രമല്ല, പ്ലാന്റ്സിനും ഒക്കെ ഇതെന്താണ്? ഹാർംഫുൾ എഫക്ട്സ് വരുത്തുന്നു. ഓക്കെ. അടുത്ത നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എന്താണ് ആന്റിബയോട്ടിക്സ്? വാട്ട് പ്രിക്വേഷൻ മസ്റ്റ് ബി ടേക്കൺ വൈൽ ടേക്കിംഗ് ആന്റിബയോട്ടിക്സ്? ആന്റിബയോട്ടിക്സ് എന്താ? ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ മെഡിസിൻ വിച്ച് കിൽ ഓർ സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം അല്ലെ? മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യണതാണ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. നമുക്ക് പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ, അസുഖം വരുമ്പോൾ ഡോക്ടർ ആന്റിബയോട്ടിക് തരും. കാരണം എന്താ? നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു എക്സ്റ്റേണൽ ഏജന്റ് കയറിയിട്ടുണ്ട്. മേ ബി ഏതാവാം, ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ആവാം. അപ്പൊ അതിനെ കില്ല് ചെയ്യൂ, അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക് എടുക്കണം. They are useful to us as they prevent us from effect of microorganism അല്ലെ? മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും? അതിന്റെ ഗ്രോത്തിനെ അത് പ്രിവെന്റ് ചെയ്യും. ആന്റിബയോട്ടിക് നമ്മൾ എവിടെന്നാ ഉണ്ടാക്കുന്നത്? ഫ്രം ബാക്ടീരിയ ആൻഡ് ഫഞ്ചൈ. ബാക്ടീരിയന്നും ഫഞ്ചൈന്നുമാണ്. അതേപോലെ ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാ? പെനിസിലിൻ അല്ലേ? ഞാൻ പഠിപ്പിച്ചായിരുന്നു നിങ്ങളെ, ഓർക്കണ്ടോ? പെനിസിലിൻ ആണ് ഫസ്റ്റ് ആന്റിബയോട്ടിക് എന്ന് പറയുന്നത്. അത് ഡിസ്കവർ ചെയ്ത അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇൻ 1929 ഇന്നെങ്ങനെയാ? ഒത്തിരി ആന്റിബയോട്ടിക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ, എറിത്രോമൈസിൻ, ഇങ്ങനെ ഒത്തിരി. ആന്റിബയോട്ടിക് എടുക്കുമ്പോ എന്താ? പ്രിക്വേഷൻ വേണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാൻ പറ്റുമോ? ഒരു പനി വന്നു, ചുമ്മാ മരുന്ന് കഴിക്കാവോ? ഇല്ല. എങ്ങനെയാ? ആസ് ദ അഡ്വൈസ് ഓഫ് എ ക്വാളിഫൈഡ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് കറക്റ്റ് ഡോസ് ഉണ്ട്. ആ ഡോസ് അനുസരിച്ച് ആ കറക്റ്റ് ഡോസ് നമ്മൾ കഴിക്കുകയും വേണം അല്ലെ? അപ്പൊ ആന്റിബയോട്ടിക് ഷുഡ് ബി ടേക്കൺ വെൻ ദ നീഡ്. എപ്പോഴും ആവശ്യം വരുമ്പോൾ മാത്രമേ കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ? നമുക്കത് ദോഷമായിട്ട് ബാധിക്കും. ഓക്കെ. ഓക്കെ. അപ്പം ഇന്നിപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പൊ നമ്മൾ ലൈവ് സെക്ഷൻ 8 മണി തൊട്ട് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാവരും എല്ലാ വീഡിയോയും കാണണം കേട്ടോ. കാണുക മാത്രമല്ല, നമുക്ക് ബെനിഫിറ്റ് കിട്ടണ്ടേ? അപ്പൊ അത് പഠിക്കും വേണം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഓക്കെ ബൈ.